LDF ഭരണത്തിലെ 10 വർഷത്തെ പീഡനത്തിന് ജനം പലിശ സഹിതം ബാലറ്റിലൂടെ മറുപടി നൽകിയതാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ദയനീയ പരാജയമെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പിണറായി ഭരണത്തോട് ജനങ്ങൾക്കുള്ള വിരോധവും UDFന്റെ ടീം വർക്കും ഒന്നിച്ചതാണ് മികച്ച വിജയത്തിന് ആധാരമെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. മന്ത്രിമാരെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ ആരംഭിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷമായിരിക്കും ഉഭയകക്ഷി ചർച്ചയും മന്ത്രിമാർ ആരെന്ന ചർച്ചയും ആരംഭിക്കുകയുള്ളൂവെന്നും ഉപമുഖ്യമന്ത്രി എന്ന ആവശ്യം ലീഗ് ഒരു ഘട്ടത്തിലും ഉന്നയിച്ചിട്ടില്ലെന്നും തങ്ങൾ വ്യക്തമാക്കി. ഉഭയകക്ഷിക്കാരിൽ അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. മുഖ്യമന്ത്രിക്കൊപ്പം ഒപ്പം ലീഗിനൊരു ഉപമുഖ്യമന്ത്രി എന്നുള്ള പദവിയൊക്കെ ചർച്ചയാവുമോ? അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. നല്ലൊരു മന്ത്രിസഭ വരണം, ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ലീഗിന് അർഹമായ പ്രാതിനിധ്യത്തോടെ മന്ത്രിസഭയുണ്ടാകും. മുഖ്യമന്ത്രി ചർച്ചയിൽ ഹൈക്കമാൻഡ് ലീഗിനോട് അഭിപ്രായം ചോദിക്കാറുണ്ടെന്നും അതിന് അപ്പോൾ മറുപടി പറയുമെന്നും തങ്ങൾ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി. വളാഞ്ചേരിയിൽ 20 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന സീനിയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷമീറിന്റെ സേവനം. സ്കിന്നോവ സ്കിൻ ക്ലിനിക്, അഡ്വാൻസ്ഡ് സെന്റർ ഫോർ സ്കിൻ ആൻഡ് ഡെർമറ്റോ സർജറി, ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ്, കോഴിക്കോട് റോഡ്, വളാഞ്ചേരി.